ശരിക്കും ആധുനിക ശാസ്ത്രത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ള ഡാൾട്ടൻ്റെ സിദ്ധാന്തത്തിൽ ആറ്റം എന്നുള്ളത് ഇൻഡിവിസിബിൾ ആണ്. ഡാൾട്ടനിൽ തുടങ്ങി റൂദർഫോർഡിലേക്ക് വരുന്നതായിരുന്നു ആ കാലത്തൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിലെ രീതി, പ്രത്യേകിച്ച് ശാസ്ത്ര പുസ്തകങ്ങളിൽ. പക്ഷേ ഡാൾട്ടന് മുമ്പ് തന്നെ ലോകത്ത് ഈ വിഭജിക്കാൻ പറ്റാത്ത ആറ്റം എന്ന സങ്കല്പം ഉണ്ടായിരുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മൾ പഠിക്കാറില്ല, പഠിപ്പിക്കപ്പെടാറില്ല. അത് ദർശനമായി തത്വചിന്തയായി മാറ്റിവെക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഈ അചരിത്രപരമായിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു നിലപാടിൻ്റെ കൂടി ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഡാൾട്ടൻ്റെ സിദ്ധാന്തം പിൽക്കാലത്ത് പറഞ്ഞിട്ടുള്ള ഏറ്റവും ചെറിയ യൂണിറ്റ് എന്നുള്ളത് അണുവിനെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ ഡെമോക്രറ്റിസ് മുന്നോട്ട് വെക്കുകയും അതിൻ്റെ ഭാഗമായി അദ്ദേഹം വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജ്ഞാനസമ്പാദന ശാസ്ത്രം കൂടി മുന്നോട്ട് വെക്കുകയും ചെയ്യുകയുണ്ടായി.